സെന്റിമെന്റ്സും അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീൻ നമ്മൾ ശരിക്കും പ്രേക്ഷകരെ കടന്നു പോകും. കുറച്ചൊക്കെ നമുക്ക് ദുഃഖം വരും കാണാൻ, കണ്ടിരിക്കാൻ നല്ലതാണ്. നമ്മുടെയൊക്കെ കഥയായിട്ടാണ് തോന്നുന്നു. നല്ലൊരു പടമായിരുന്നു, കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിമാണ്. എന്തായാലും മെസ്സേജ് ഉണ്ട്, നല്ലൊരു ഫാമിലി ചിത്രമാണത്. ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു ഫിലിമാണ്, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു സിനിമ. കൊടുക്കാവുന്ന ഒരു സന്ദേശം തന്നെയാണിത്. കുഴപ്പമില്ല, എല്ലാവരും നല്ല നല്ല അത്യാവശ്യം നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. മാതാപിതാക്കളെ സംരക്ഷിക്കുക, അതാണ് അതിനകത്ത് മെസ്സേജ് വന്നിരിക്കുന്നത്. ഏത് സാഹചര്യത്തിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടേത്. ഇല്ല, പുള്ളി നല്ല അഭിനയിക്കൂല, ജീവിക്കുമായിരുന്നു. പുള്ളിക്ക് നല്ല അഭിനയമായിരുന്നു. കരയുന്നു. അതെ 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 കണ്ണു നനഞ്ഞിരിക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്. വളരെ സെൻസിറ്റീവായ ചില വിഷയങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരായവർക്കുള്ള ഒരു ഉപദേശം കൂടിയായിട്ട് ഈ സിനിമ ഞാൻ കാണുക. നല്ല ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, എല്ലാ സമൂഹത്തിലെ എല്ലാ തുറകളിലും കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട് ആർക്കും വരല്ലേന്ന് പ്രാർത്ഥിക്കുക. അതിനെ കാണുന്ന കുറച്ചൊക്കെ നമുക്ക് ദുഃഖം വരും കാണാൻ, കണ്ടിരിക്കാൻ നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല. ഉണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണേണ്ടതാണിത്. അനാഥ അതൊക്കെ അതെ. പിന്നെ ഉണ്ട്. സങ്കടം തോന്നി, കരഞ്ഞു. അല്പം ചെറിയ രീതിയിൽ കരഞ്ഞ്. ഇനി വരാൻ പോകുന്ന തലമുറ കണ്ടിരിക്കേണ്ട ഒരു പടമാണിത്. കാണാൻ പറ്റി. എനിക്കറിയത്തില്ല. നല്ല പടം, ഇപ്പോഴത്തെ തലമുറയൊക്കെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം ഈ കുട്ടികൾക്ക് ഇപ്പോഴും അതൊക്കെ മനസ്സിലാവുമല്ലോ എന്നുള്ള അറിയില്ല. പുതിയൊരു തലമുറയ്ക്ക് ഉള്ളവരാണ്, അവരറിഞ്ഞിരിക്കേണ്ടതാണ്. മാസങ്ങൾ കാണിക്കുന്നതിൻ്റെ ഫലമാണ് തന്തയും തള്ളയാനും. അതുകൊണ്ടല്ലേ അമ്മ പോയതും അച്ഛൻ്റെ അവസ്ഥയായതും. കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം തോന്നണം. അങ്ങനെ നമ്മുടെ മക്കളില്ല, എന്നാലും നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവർക്കും ഇത് അനുഭവം ഒരു പാഠമാകുമല്ലോ എന്ന് ഓർത്തിട്ട്. അതെ, മക്കൾക്ക് എല്ലാവരും കാണേണ്ട സിനിമയാണ്. മക്കൾക്കെതിരെയുള്ള മക്കൾ നന്നായ കുടുംബം നന്നാകും എന്നുള്ളതാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന തള്ളയും തന്തയൊക്കെയാണ് എപ്പോഴും നല്ല ഇതായിട്ടിരിക്കുന്നത്. മക്കൾ നോക്കാത്ത തള്ളയും തന്തയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയുള്ളൂ. ഒരവസ്ഥ അവരെ അതുങ്ങളെ കൊണ്ട് ഓരോരുത്തർ അനാഥ മന്ദിരത്തിൽ അവിടെ ഇവിടെ കൊണ്ട് ഇറക്കി വിടുന്നത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു, കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അല്ല, പുതുതലമുറയേക്കാൾ കൂടുതൽ പ്രായമുള്ളവർ നമുക്ക് നമ്മുടെ അനുഭവങ്ങളാണ് സിനിമയിൽ കാണുന്നത്. റിയൽ ലൈഫാണ് അത്. പക്ഷേ അത് ആലോചിക്കാനുണ്ട് കാര്യം കാര്യം ഞാൻ കുറേ നാൾ കൂടിയിട്ടൊരു സിനിമയാണ് എങ്കിലും നമുക്ക് ചിന്തിക്കാനും നമ്മുടെയൊക്കെ കഥയായിട്ടാണ് തോന്നുന്നത്. അത് മുഴുവനും തോന്നിയില്ലെങ്കിലും ഏതാണ്ട് ഒരു ഭാഗമൊക്കെ നമുക്ക് വരുന്നുണ്ട്, നമ്മുടെ അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ. വളരെ മനോഹരമായിട്ടുണ്ട്. നരേന്ദ്ര സാദിനും അതിനുശേഷം നെടുമുടി വേണതിന് ശേഷവും അതുപോലെ തിരേന് സാറിന് ശേഷമൊക്കെ ഉള്ള ഒരു പ്രതീതി തന്നെ അത് കാണാൻ സാധിച്ചു. ഒരു കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചിത്രം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ എല്ലാ ക്ലൈമാക്സ് ആണെങ്കിലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ നടിമാരാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻ്റർവെല്ലിനൊക്കെ ശേഷം ശരിക്കും നമ്മൾ കരഞ്ഞു പോകുന്നൊരു പ്രതീതമാണ് ഈ പടത്തിൽ. ഇമോഷണലി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കോമ്പിനേഷൻ, ഭയങ്കര സെന്റിമെന്റ്സും അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീൻ നമ്മൾ ശരിക്കും പ്രേക്ഷകരെ കടന്നു പോകും.